സ്നേഹിതരെ, ഇസ്മായിൽ പറഞ്ഞ പോലെ ശബ്ദം പതറുന്നൊരു സമയമാണ് ഈ സമയം. പിന്നെ ഇപ്പോൾ ഈ മഴയും തണുപ്പും ഒക്കെ അടിച്ച് കയറല്ലേ. കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ ഇത്രയും സമയം ഇങ്ങനെ ഒരു സദസ്സ്, ജനാവലി എന്ന് പറയണം, ഇത്രയും സമയം ഇവിടെ ഇരുന്ന് ഈ പരിപാടി, ഈ സമയത്തൊക്കെ മറ്റൊരു പരിപാടിയാണെങ്കിൽ 2 കസേരകളിൽ 2 ആളെ കാണും. അതാണ് പല സ്ഥലങ്ങളിലും പതിവ്. നിങ്ങൾ കാസർഗോഡ് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാപ്പിളപ്പാട്ടിൻ്റെ ഇഷ്ടവും സ്നേഹവും. ഇവിടെ പാടിയവരൊക്കെ മനോഹരമായിട്ട് പാടി. 2 വാക്കെങ്കിലും പറയാതെ നമ്മളിപ്പോൾ ഏതായാലും വൈകി. ഇനിയിപ്പോൾ നമ്മൾ പറയുമല്ലോ, വേവോളം കാത്തു ഇനി 6ഓളമല്ലേ എന്ന് പറയുന്ന പോലെ കുറച്ച് നേരം കൂടെ. അപ്പോൾ എല്ലാവരും മനോഹരമായിട്ട് പാടി. ഒരുപാട് പ്രൊഫഷണൽ സിംഗേഴ്സ് ഈ മത്സരത്തിൽ പാടിയിട്ടുണ്ട്. ഞങ്ങളാലാവും വിധം ഒരുപാട് ശ്രദ്ധിച്ച്, അതായത് 10:30 മണിക്ക് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന എനർജി, ആ ഒരു ഊർജം, അതിപ്പോൾ അവസാനിക്കുന്ന റൂഹിന് പറയാനാകുമോ പാടുന്നത് വരെയും ഞാനും ഇസ്മായിലും നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളാണല്ലോ അത് എഴുതേണ്ടത്. ഞങ്ങളപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോയാൽ, അല്ലെങ്കിൽ കോട്ടുവായ ഞാൻ ഒരുപാട് ഇട്ടിരുന്നു, പക്ഷേ കോട്ടുവായിട്ട് ഉറങ്ങിപ്പോയാൽ നിങ്ങളിൽ ഒരാളെങ്കിലും പറയും ആ അവസാനത്തെ 2-3 കുട്ടികളെ തീരെ ശ്രദ്ധിച്ചില്ല എന്ന്. അതിനൊരു ഇട കൊടുത്തിട്ടില്ല. വളരെ എനർജിയോടെ ശ്രദ്ധിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പാടി. ഞാൻ മൊത്തത്തിൽ 1-2 കാര്യങ്ങൾ, ഇതൊന്നും ഇപ്പം ഞാനായിട്ട് പറയേണ്ട ഒരു കാര്യമില്ല, അല്ലെങ്കിൽ ഇസ്മായിലായിട്ട് പറയേണ്ട ഒരു കാര്യമില്ല. ഇന്ന് നിരവധി റിയാലിറ്റി ഷോകൾ കാണുന്ന ഓഡിയൻസാണ്. നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണെന്ന്. അതാണ് കാലഘട്ടം. ഐഡിയ സ്റ്റാർ സിംഗറും പട്ടുറുമാലും എന്താ പറയുക, ഒരുപാടുണ്ട്, സൂപ്പർ സ്റ്റാറും, പിന്നെന്തൊക്കെയാണ്, ഒരുപാട് ഷോകൾ കാണുന്ന നിങ്ങൾ എല്ലാ വിധിയും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന, പറയാൻ കരുത്തുള്ള ആളുകളാണ്. എന്നാലും ഞാൻ ചില കാര്യങ്ങളൊന്ന് പറയുകയാണ്. പാടിയവർ കൂടി ഉപദേശം കൊടുക്കാൻ പണ്ടത്തെ ഒന്നും പോലെ അത്രയും പറ്റിയൊരു കാലഘട്ടമല്ല ഇപ്പോൾ. കാരണം ഈ യുവതലമുറയിലുള്ളവർ ഉപദേശങ്ങളൊന്നും ചില സമയത്ത് വേണ്ട പോലെ എടുക്കില്ല. ഇതൊരു പരാതിയാണ് കേട്ടോ, യഥാർത്ഥത്തിലൊരു പരാതിയാണത്. അത് ഇപ്പോൾ ഉള്ള ഈ ജനറേഷൻ്റെ ഒരു പ്രശ്നമാണോ എന്നെനിക്കറിയില്ല, പക്ഷേ എടുക്കണം. ഞങ്ങളൊക്കെ ഒരുപാട് കാലത്തെ പാട്ടിൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ്, പ്രത്യേകിച്ച് ഞാൻ 53 കൊല്ലമായി പാടുന്നു. ഒരുപാട് പേരെ കേട്ടു, ഒരുപാട് പേർക്ക് വായിച്ചു, ഒരുപാട് പേരുടെ കൂടെ പാടി. ആ അനുഭവങ്ങളൊക്കെ ഉണ്ട് മനസ്സിൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ കേട്ട കാര്യങ്ങളൊക്കെ വെച്ച് ചെറിയ കാര്യങ്ങൾ നമ്മളെപ്പോഴും പാട്ട് പഠിക്കുമ്പോൾ, അതാ ഞാൻ പറഞ്ഞ ഇതൊന്നും പുതുമയുള്ള കാര്യങ്ങളല്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് കേട്ടോ. പാട്ട് പഠിക്കുമ്പോൾ പാട്ടിൻ്റെ പുറമല്ല പഠിക്കേണ്ടത്, പാട്ടിൻ്റെ അകം പഠിക്കണം. പാട്ടിൻ്റെ അകത്ത് എന്താ പാടിയത് എന്നാണ് നോക്കേണ്ടത്. നമ്മൾ പുറം പഠിച്ചു പോയാൽ പാട്ടൊരു വെറും പാട്ടായിപ്പോവും. അങ്ങനെയും ചിലരൊക്കെ ഇവിടെ പാടിയില്ല എന്ന് പറഞ്ഞുകൂടാ. അവരെ കുറ്റമല്ല ഞാൻ പറയുന്നത്, അവരെ വിലയിരുത്തുകയാണ്. അപ്പോൾ പാട്ടിൻ്റെ അകം പഠിക്കാത്തത് കൊണ്ടാണ് ചില പാട്ടുകൾ ഞങ്ങളെ സ്പർശിക്കാതെ പോയത്. അങ്ങനെയുണ്ടായിരുന്നു പാട്ടുകൾ. അവരും പാടി, അവർക്ക് പാടാനുള്ള അവസരം അവർ ഉപയോഗപ്പെടുത്തി. എന്നാലും പാട്ടിൻ്റെ അകം പഠിക്കണം. പാട്ടിൻ്റെ അകത്ത് എന്താണ് പാടിയത്, അകമെന്ന് പറഞ്ഞാൽ പാട്ടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ചെവിയിലേക്ക് വെച്ച് അതിൻ്റെ അകത്തൊരു പ്ലാൻ പാടിയിട്ടുണ്ടല്ലോ, അതെങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം. അങ്ങനെയാണ് പാട്ടിനെ പഠിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പാട്ടിൻ്റെ പുറം പഠിക്കാതെ പാട്ടിൻ്റെ അകം പഠിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാവണം. ചിലപ്പോൾ ഒരു സാധാരണ, ഞാൻ എഴുതി വെച്ചത് വായിക്കാം കേട്ടോ, ചിലപ്പോൾ ഒരു സാധാരണ കേൾവിക്കാരന് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് നോക്കേണ്ടി വരും. നിങ്ങളിപ്പോൾ ഒരുപാട് പേര് ഇവിടെ കൈയടിച്ചു കുറേ പാട്ടുകൾക്ക്, ഇവിടെ ഗിഫ്റ്റ് കൊടുത്തു അല്ലേ? ഒരാൾ പാടിയപ്പോൾ ഗിഫ്റ്റ് കൊടുത്തു. പൈസയാണോ എന്തോ സാധനമാണോ ഞാൻ ശ്രദ്ധിച്ചില്ല, ഗിഫ്റ്റ് കൊടുത്തു. ചില പാട്ടുകൾക്ക് ആരവാര കയ്യടിയായിരുന്നു. ആ കയ്യടി വേണം, സദസ്സിൽ നിന്ന് ആ കയ്യടി വേണം. പക്ഷെ നിങ്ങൾ ആ കയ്യടി കൊടുക്കുന്നത് ആ പാട്ടിൻ്റെ ഋതവും ആ കരോക്കയിൽ വരുന്ന താളമേളവും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ്. എനിക്കും ഇസ്മായിലിനും അത് ശ്രദ്ധിച്ചാൽ പോരാ. ആ താളമേളം കരോക്കയാണ്, ട്രാക്കാണ്. ആ ട്രാക്കിനോടൊപ്പം ആ ട്രാക്കിലേക്ക് ഉയർന്ന്, അല്ലെങ്കിൽ ആ കരോക്കയിലേക്ക് ഉയർന്ന് ആ മത്സരാർത്ഥി എങ്ങനെ പാടുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ള് എങ്ങനെ പാടുന്നു, അകം എങ്ങനെ പാടുന്നു എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കടമ ഞങ്ങൾക്കില്ലെങ്കിൽ ഞങ്ങളുടെ ജഡ്ജ്മെൻറ്റ് ശരിയാവില്ല. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. പിന്നെ ഞാൻ എഴുതി വെച്ചത് ഇങ്ങനെയാണ്: പലതും അതിഗംഭീര കരോക്കയും ട്രാക്കുമായിരുന്നു, ഋതം കൊണ്ട് കൊഴുപ്പിച്ച കരോക്കകളായിരുന്നു. അതിലേക്ക് പാട്ടുകൾ ചിലതൊക്കെ ഒന്നുകൂടി
ഉയരേണ്ടതുണ്ടായിരുന്നു എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക ഉപദേശം തരുന്നത്, ചില പാട്ടുകൾ തുടക്കം മുതൽ ഒടുക്കം വരെ, ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ എന്നോട് മുഷിയൊന്നും ചെയ്യരുത്. ഉപദേശങ്ങൾ തന്നാൽ ശത്രുവിനെ കൂട്ടാനേ ഈ കാലത്ത് കഴിയുള്ളൂ എന്നാണ് ഞാൻ പലപ്പോഴും വിശ്വസിക്കുന്നത്. ഒരു ഉപദേശം തന്നാൽ ഒരു ശത്രു കൂടും, അടുത്തൊരു ഉപദേശം തന്നാൽ ഒരു ശത്രു കൂടെ കൂടും. പക്ഷെ ഇത് പറയാതെ വയ്യല്ലോ. അങ്ങനെ ശത്രുത നോക്കിയിട്ട് നമുക്ക് പറയാതിരിക്കാം. ശത്രുത എന്നല്ല അതിൻ്റെ വാക്ക് പറയുന്നത്. നമുക്കിങ്ങനെ മൂപ്പരാരത് പറയാൻ എന്നൊക്കെ പറയും നമ്മൾ. അങ്ങനെ പറയരുത്, ഇതൊരു അപേക്ഷയാണ്. നിങ്ങൾ നന്നാവാനാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, പണ്ടവൻ തന്നുടെ ദീനിൽ ഉൾക്കൊണ്ട പാടിയ ആൾ ഇവിടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാവുമല്ലോ, കയ്യൊന്നും പൊന്തിക്കണ്ട, ഇവിടെ ഉണ്ടാവുമല്ലോ. അതുപോലെ നീ തരും ഔദാര്യമില്ലെങ്കിൽ, അങ്ങനെ ഒരു പാട്ട് വന്നല്ലോ, നീ തരും ഔദാര്യമില്ലെങ്കിൽ പണ്ടവൻ തന്നുടെ ദീനിൽ ഉൾക്കൊണ്ട. ഇതൊക്കെ തുടക്കം മുതൽ അവസാനം വരെ ആ 2 പാട്ടുകളാണ്. വേറെയും പാട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ 2 പാട്ട് എഴുതി വെച്ചതാണ്. ഈ പാട്ടുകൾ തുടക്കം മുതൽ അവസാനം വരെ ശ്രുതിയിൽ നിന്ന് തെറിച്ച് നിന്നാണ് പാടിയത്. ശ്രുതിയാണ് ഒരു പാട്ടിന് പ്രധാനം. താളം നമുക്കിങ്ങനെ ഒരടി അടിച്ചാൽ താളം നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നൊരു സാധനമാണ്. താളം വല്ലാതെ ഒന്നും നമ്മൾക്ക് പോവില്ല. നമ്മളിപ്പോൾ ഒരു 100 ആളൊരു സദസ്സിലിരിക്കുന്നുണ്ടെങ്കിൽ ഒരു പാട്ട് നിങ്ങൾ പാടിക്കൊടുത്ത് നോക്കിയേ, അതിൽ 98 ആളും കറക്റ്റ് കൈകൊട്ടും. കൂട്ടില്ലേ? 98 ആളും ആ പാട്ടിൻ്റെ കൂടെ കറക്റ്റായിട്ട് കൈകൊട്ടും. ഏതെങ്കിലും ഒരു 2 ആളെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു അപതാളം കൊട്ടുന്നുണ്ടാവും. അവർക്ക് ഒട്ടും താളമില്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ അപതാളം കൊട്ടുന്നത്. അവർക്ക് അവരെ ചോരയിൽ താളം എന്ന് പറയുന്ന ഒരു സാധനമില്ല, അതുകൊണ്ടാണ് അവർ. പക്ഷെ 98 ആളും കൊട്ടുന്നുണ്ടല്ലോ. അപ്പോൾ താളം എന്ന് പറയുന്നത് കുറച്ച് വേഗം കിട്ടുന്ന ഒരു സാധനമാണ് താളം. ശ്രുതി എന്ന് പറയുന്നത് തമാശക്കളിയല്ല. ശ്രുതിയിൽ പാടും. ഇവിടെ ഒരു ശ്രുതി ഉണ്ടല്ലോ നിങ്ങളെ പുറകിൽ. ആ ശ്രുതി എന്താണ് നിങ്ങളെ പുറകിലുള്ള ശ്രുതി? കരോക്കെയാണ്. ആ ശ്രുതിയിൽ വരുമ്പോൾ, പാട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ, നിങ്ങൾ പാട്ടിൽ നിന്നിങ്ങനെ ശ്രുതിയിൽ നിന്നിങ്ങനെ തെറിച്ച് ഷാർപ്പോ ഫ്ലാറ്റോ, അതായത് താഴെയോ മുകളിലോ ആയിട്ട് ഇങ്ങനെ കളിക്കുകയായിരുന്നു. അങ്ങനെ ചില പാട്ടുകൾ, ഞാൻ ഈ പറഞ്ഞ പാട്ടുകൾക്കൊക്കെ ആ ഒരു വലിയ ഒരു ദൗർഭാഗ്യം സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് ഇനി ട്രാക്കിൻ്റെ കൂടെ പാടി, നിങ്ങൾ കരോക്കെ എക്സ്പെർട്ടുകളാണെന്ന് എനിക്കറിയാം, കരോക്കയുടെ കൂടെ ഒരുപാട് പാടി ശീലിക്കണം. കരോക്കയിലേക്ക് ശ്രദ്ധ കൊടുത്ത്, ഈ മോണിറ്ററിലേക്ക് ശ്രദ്ധ കൊടുത്ത് അതിലേക്ക് തന്നെ ചെവി കൊടുത്തിട്ട് വേണം എപ്പോഴും. ഞങ്ങളൊക്കെ സ്റ്റേജിൽ പാടുന്നവരാണ്, സ്റ്റേജിൽ ഇതൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്നോട് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പറയും, മറ്റേ ആൾക്ക് നാളെ ഇങ്ങനെ സംഭവിച്ചല്ലോ, മറിച്ച ആൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ ഞങ്ങൾ പറയും. അത് സംഭവിക്കാം. പക്ഷെ മത്സരത്തിന് വിലയിരുത്തുമ്പോൾ അത് ഞങ്ങൾക്ക് പരിഗണിക്കാതെ വയ്യ എന്നുള്ളത് കൊണ്ടാണ്. ഇനി ഞാൻ കൂടുതൽ എഴുതി വെച്ച കാര്യങ്ങൾ ഒരുപാട് പറയുന്നില്ല. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പാട്ടിൻ്റെ ഈ ശ്രുതി ഉൾക്കൊണ്ട് പാടുക എന്നുള്ളത് എല്ലാവരും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ഉച്ചാരണ പെശകുകളൊന്നും, നമ്മളെ ഉച്ചാരണം, പ്രൊനൗൺസിയേഷൻ, ഡിക്ഷൻ എന്നാണല്ലോ പറയുക. ഡിക്ഷൻ ഒന്നും ഒരുപാട് പേര് അധികം ഒന്നും തെറ്റിച്ചിട്ടില്ല. ഏതൊക്കെയോ ചിലർക്ക് മാത്രം കുറച്ച് ഉച്ചാരണ പെശകുകളൊക്കെ എവിടേക്കെയോ ഇങ്ങനെ കണ്ടു. ബാക്കിയെല്ലാം ഒരുവിധമൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് കണ്ടത്. ഏതായാലും റിസൾട്ടിലേക്ക് പോവുകയാണ്. എല്ലാവരും ഇതൊന്ന് കേൾക്കുക, പോവുക എന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ റിസൾട്ട് പറയുകയാണ്. 5 പേരെയാണ് തിരഞ്ഞെടുത്ത് കൊടുക്കാൻ ഞങ്ങളെ ചുമതലയേൽപ്പിച്ചത്. ഇവർ ഇത്രയും പ്രൗഢമായിട്ട് ഇനി പറയാൻ വിട്ടുപോയാലെന്നുള്ളതുകൊണ്ടാണ് മൈക്കിൻ്റെ ശബ്ദത്തിൽ പറയണം. അവരോട് ചെവിയിൽ പറഞ്ഞതുകൊണ്ട് അത് പ്രശംസയാവില്ല, നിങ്ങളുടെ മുന്നിൽ വെച്ച് പറയണം. ഇത്രയും പ്രൗഢമായിട്ട്, ഇത്രയും മഹിമയോടെ, ഇത്രയും അറേഞ്ച്മെൻറ്റോടെ, ഇത്രയും കൃത്യമായി ഇങ്ങനെ ഒരു കരോക്കെ മത്സരം സംഘടിപ്പിച്ച, പേരുകൾ എടുത്ത് പറയുന്നില്ല, ഇവരെ ഞാൻ എല്ലാവരെയും ഒന്നിച്ചു ചേർന്ന് ഒരുപാട് പ്രശംസ അർപ്പിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതാണത്. എത്ര പ്രശംസിച്ചാലും മതിയാകാത്ത വിധമാണ് ഈ മത്സരം അവസാനിച്ചത്. 5 സ്ഥാനങ്ങൾ ഞങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. 5-ാം സ്ഥാനം മുതൽ 1-ാം സ്ഥാനത്തേക്കാണ് ഞാൻ വായിക്കുന്നത്. ആദ്യം പറയുന്നത് 5-ാം സ്ഥാനമാണ്. 5-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഇല്ല ഉമറിൻ്റെ എന്ന പാട്ട് പാടി മനോഹരമായിട്ട് പാടിയ സാദിഖ് അരിക്കടി, 329, ചെസ് നമ്പർ 329. ആളെവിടെ? 4-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്
3 പറയ്, ബാക്കി പറയ്. 3 വണ്ണൊന്നുമില്ല. 3 വീണ്ടും 3 8. കറക്റ്റ്. 338. റൂഹിന് പറയാനാകുമോ എന്ന് മനോഹരമായിട്ട് പാടി. അത് എടുത്തു പറയണം. അദ്ദേഹം 4-ാം സ്ഥാനത്ത് ആണ് വന്നതെങ്കിലും അവസാനത്തെ ഈ സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള മനുഷ്യൻ്റെ വല്ലാത്തൊരു വികാരത്തെ തൊട്ടുണർത്തി അദ്ദേഹം അത് പാടിയത് ഞാൻ കരഞ്ഞില്ല എന്നേ ഉള്ളൂ അവിടെ ഇരുന്നിട്ട് കേട്ടോ. കാരണം സമയവും, ഞങ്ങളോട് പറയാം, സമയവും പാട്ടും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ഈ ദർബാരി എന്ന് പറയുന്ന ഒരു രാഗമുണ്ട്. ദുനിയാക്കെ രഘുവാലയൊക്കെ റഫീസാബ് പാടിയ 1000 പാദസരങ്ങൾ കിലുങ്ങി എന്ന് ദാസേട്ടൻ പാടിയ ഒരുപാട് പാട്ടുകളുള്ള ദർബാരി എന്നൊരു രാഗമുണ്ട്. ദർബാരിൽ ഇവിടെ പാട്ട് പാടിയിരുന്നു ആ രാഗത്തിൽ. ആ രാഗമൊക്കെ രാത്രി ക്ലബ്ബിൽ 12 മണിക്ക് ശേഷം വായിച്ചാൽ ബാബുക്കൊക്കെ ഒറ്റയ്ക്കിരുന്ന് കരയുമായിരുന്നു. ബാബുരാജ് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു പാടുമായിരുന്നു. അതുപോലെ ഈ സുബയോടടുക്കുന്ന നേരത്ത് ആ വിഷയം OMKയുടെ വരികളാണ്, നൗഷാദിൻ്റെ ട്യൂണാണ്, ഉണ്ണികൃഷ്ണനാണ് പാടിയത്. ഉണ്ണികൃഷ്ണൻ ഷെരീഫ് ട്രാക്ക് പാടി വെച്ചിട്ട് ഷെരീഫൻ എന്നോട് പറഞ്ഞു, ഉണ്ണികൃഷ്ണേട്ടൻ ഇനി എന്താ അപ്പം അതിൻ്റെ മേലെ പാടുക? ഷെരീഫ് ഒരുവിധം സാധനങ്ങളൊക്കെ പാടി അവിടെ വെച്ചു കൊടുക്കുന്ന ആളാണല്ലോ. അവൻ്റെ തൊണ്ടയിൽ വരുന്ന അത്യാവശ്യം നല്ല സംഗതികളൊക്കെ പാടി വെച്ചിട്ട് ഉണ്ണികൃഷ്ണൻ അതിൻ്റെ മുകളിൽ പാടി എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ വലിയ സിംഗറാണ്, നമ്മൾ അവരെ കമ്പയർ ചെയ്യുകയല്ല. പക്ഷേ വ്യത്യസ്തമായ ഒരു ശൈലിയിൽ അത് ഉണ്ണികൃഷ്ണൻ പാടി വെച്ചു. എവിടൊക്കെയാ പാട്ട് നമ്മളെ തൊട്ടിട്ടുള്ളതെന്ന് പറയാൻ വയ്യ. അദ്ദേഹം അതിനോട് പരമാവധി നീതി പുലർത്തി. ഉണ്ണികൃഷ്ണൻ പാടാത്തൊരു പ്ലാൻ അദ്ദേഹം പാടി, ഒരു അസാധ്യ പ്ലാന്. അദ്ദേഹം എവിടെ ഒന്ന് കൈവന്തിക്കോ? ഗംഭീരമായിട്ട് പാടി കേട്ടോ. ഈ സമയവും ആ പാട്ടും തമ്മിൽ ഭയങ്കര ബന്ധപ്പെട്ട് ഇങ്ങനെ പോയി എന്നുള്ളതാണ്, അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ സിദ്ദീഖ് മഞ്ചേശ്വരം 4-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. 3-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് വീണ്ടും ഒക്കെ 3 ആണ്. അത് നിങ്ങൾക്കറിയാം, എല്ലാം 3 ആണ്. അപ്പോൾ 3 അല്ല, 3-1 അല്ല, 3-2-7 ഇരുളിൻ്റെ ഇരുളിൽ പാടിയ മുജീബ് പയ്യന്നൂരാണ് 3-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഇരുളിൻ്റെ ഇരുളിൽ മൂസക്കയുടെ വ്യത്യസ്തമായൊരു പാട്ടാണ് കേട്ടോ. ഡ്രമ്മാണ്, തബലയല്ല. പൊതുവേ നമ്മൾ തബലയും ഡോലക്കും വായിച്ചിട്ടാണ് മാപ്പിളപ്പാട്ടുകൾ, 3/4 ഭാഗം മാപ്പിളപ്പാട്ടുകളും കേൾക്കുക. ഇത് ഡ്രമ്മിൻ്റെ ജിങ് ടക്ക് ടുട്ടു ടട്ട ഡുട്ടു ജിം ടക്ക് ടുട്ടു ടട്ട ഡുട്ടു ജിം ടക്ക്. അതാണ് ഇരുളിൻ്റെ ഇരുളിൽ മൂസക്കയുടെ ഡ്രം ബീറ്റുള്ള വ്യത്യസ്തമായൊരു പാട്ടാണ്. ഞാൻ ആ ബീറ്റ് പറഞ്ഞപ്പോൾ മനസ്സിലായവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഡ്രമ്മിൻ്റെ ബീറ്റിൽ പോകുന്ന ഒരു പ്രത്യേക ശൈലി ഉൾക്കൊണ്ട് മൂസക്ക പൊതുവേ അങ്ങനത്തെ പാട്ടുകൾ അധികം പാടാത്ത ആളാണ്. മൂസക്കയുടെ വേറിട്ട് നിൽക്കുന്ന പാട്ടുകളിൽ ഒന്നാണ് ഇരുളിൻ്റെ ഇരുളിൽ. അത് പാടിയ മുജീബ് 3-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. 2-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മക്കത്തെ ജബലുകൾ കിടുകിടുത്ത് പാടിയ 318 ഗൗതം ഭാസ്കർ. ആളെവിടെയാ? അവിടെ ഉണ്ടാവും. പോയോ ഗൗതം? നിങ്ങൾ ഒന്നിച്ച് വിളിക്കാം. ഞാൻ പെട്ടെന്ന് നിങ്ങളൊന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടും കൗതുകം കൊണ്ടുമാണ് ചോദിച്ചത്. ഇനിയിപ്പോൾ സൈലൻ്റ് ആവും. ഇനിയിപ്പോൾ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആവും. 1-ാം സ്ഥാനം അറിയാൻ. 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് 3 തന്നെയാണ്. ഇനി പറഞ്ഞോ, 3 കഴിഞ്ഞാൽ പറഞ്ഞോളൂ. എല്ലാം ഒന്ന് കേൾക്കട്ടെ. 300 നിങ്ങൾ പറയും. അല്ല, വേറെന്തോ ഒന്ന് പറഞ്ഞോ ചോദിക്കണം. വേറെന്താ പറഞ്ഞ്? 323 പിന്നെ 326 പിന്നെ 24. ഇതൊക്കെ സ്വന്തക്കാർ പറയണമെന്നും കൂടി സംശയിക്കണം കേട്ടോ. കിടന്നോട്ടെ. റൈറ്റ്. ഇവിടെ മെജോറിറ്റി പറഞ്ഞ 313 ഷുഹൈബ് കൊടുവള്ളി, അള്ളാഹുവിൻ്റെ ദൂതരായ ആറ്റൽ റസൂലെ പാടിയ ഷുഹൈബ് കൊടുവള്ളി ഈ മെഗാ മത്സരത്തിൽ, ഈ മെഗാ കരോക്കെ ട്രാക്ക് മത്സരത്തിൽ 1-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. എങ്ങനെയാണ് നിങ്ങളെ പ്രശംസിക്കേണ്ടത് ഈ വൈകിയ വേളയിലെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ നടത്തിപ്പിനും ഇത്രയും
പാട്ടുകാർക്ക് ഇങ്ങനെ വലിയൊരു അവസരം കൊടുത്തതിനും ഇങ്ങനെ വലിയൊരു സദസ്സിനെ ഒരുമിച്ച് കൂട്ടി അവരുടെ മുമ്പിൽ പാടാൻ ഈ പാട്ടുകാർക്ക് ഇന്ന് കുട്ടികൾക്ക് ധാരാളം അവസരമൊക്കെയുള്ള കാലഘട്ടമൊക്കെ തന്നെയാണ്. എന്നാലും ഇങ്ങനെ ഒരു സദസ്സ് ഒരുക്കിയതിനും അതിൽ പാടി നിങ്ങളുടെ മികവ് കാണിച്ചതിനൊക്കെ നിങ്ങളെ എല്ലാവരെയും പ്രശംസിച്ചുകൊണ്ട് ഞാൻ ഇവർക്ക് മൈക്ക് കൈമാറുകയാണ്. ഇനി സമ്മാനദാനത്തിലേക്കാണ് കിടക്കുന്നത്.